ശ്രീ ജോർജ് കുര്യനൊപ്പം ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. ജിഷ്ണു, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. ലക്ഷ്മി, മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അല്പസമയങ്ങൾക്ക് മുൻപ് രാഷ്ട്രപതി ഭവനിൽ നടക്കുകയാണ്. കേരളത്തിൽ നിന്ന് ചരിത്രത്തിലാദ്യമായി BJPക്ക് താമര ചിഹ്നത്തിലൊരു ജനപ്രതിനിധിയെ ലോക്സഭയിലേക്ക് എത്തിയ ആ ഒരു വിജയത്തിന് ഇരട്ടി മധുരം നൽകിക്കൊണ്ട് ഇത്തവണ കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാരാണ് മോദി സർക്കാരിലുള്ളത്. ഒന്ന് ജോർജ് കുര്യനാണ്. സുരേഷ് ഗോപിയെ കൂടാതെ ജോർജ് കുര്യനാണ്. അദ്ദേഹം നിലവിൽ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. നമസ്കാരം, അഭിനന്ദനങ്ങൾ. മൂന്നാം മോദി സർക്കാരിലേക്ക് എത്തുമ്പോൾ 2 കേന്ദ്രമന്ത്രിമാരാണ് കേരളത്തിൽ നിന്ന്, സുരേഷ് ഗോപിയും ഒന്ന് താങ്കളും. എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ഈ ലോക്സഭാ ഇലക്ഷന് BJPക്ക് 20% വോട്ട് കിട്ടി. മാത്രമല്ല തൃശ്ശൂരിൽ 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അത് സുരേഷ് ഗോപി എന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത. അദ്ദേഹം ഒരു ഫൈറ്റർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള എതിരായിട്ടുള്ള പ്രചരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം വിജയിക്കുകയാണുണ്ടായത്. സ്വാഭാവികമായിട്ടും ഈ മുഴുവൻ സ്റ്റേറ്റിൻ്റെ എല്ലാ ഭാഗത്തും 20% വോട്ട് കിട്ടിയതിന് തീർച്ചയായിട്ടും പാർട്ടി പ്രവർത്തകരുടെ കഷ്ടപ്പാടാണ്, ജനങ്ങളുടെ സപ്പോർട്ടാണ്. തൃശ്ശൂരിലെ കാര്യത്തിൽ തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് അതിൻ്റേതായിട്ടുള്ള വലിയൊരു പങ്കുണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ലോക്സഭാ സീറ്റ് ജയിച്ചതിന് അഡീഷണലായിട്ടൊരു മിനിസ്റ്റർഷിപ്പും കൂടെ ആണ് പാർട്ടി തന്നിരിക്കുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. കാരണം വിജയിക്കുന്ന സമയത്ത് പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ള രീതിയിൽ അപ്പം തീർച്ചയായിട്ടും ഉത്തരവാദിത്വം കൂടുകയും ചെയ്യും. തീർച്ചയായും ഈ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഒരു ചായ സൽക്കാരമുണ്ടായിരുന്നു. അദ്ദേഹം നിയുക്ത കേന്ദ്രമന്ത്രിമാരോട് സംസാരിച്ചിരുന്നു. എന്താണ് പ്രധാനമന്ത്രി നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ? അല്ല, അത് വികസനത്തെ പറ്റിയുള്ള കാര്യങ്ങളേ ഉള്ളൂ. പൊതുവായിട്ടുള്ള രാജ്യത്തിൻ്റെ വികസനത്തെ പറ്റി അദ്ദേഹം സംസാരിച്ചു. എന്തായിരിക്കും, എങ്ങനെയായിരിക്കും മൂന്നാം മോദി സർക്കാരിൻ്റെ ഒരു പ്രവർത്തനം എന്നുള്ളത് നേരത്തെ തന്നെ നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു, വികസിത ഭാരതം എന്നുള്ളതാണ്. അത് കേരളത്തിൽ എത്രത്തോളം അതിൽ പങ്കുവയ്ക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കേരളത്തിൽ നമുക്ക് എത്രത്തോളം വികസന ജനക്ഷേമ പദ്ധതികൾ ഈ ഒരു സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും നേടിയെടുക്കാനും സാധിക്കുമെന്നാണ് കരുതുന്നത്? അല്ല, ഈ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കുന്ന അവസരത്തിൽ 2 കൂട്ടരും കൂടെ ശ്രമിക്കണം. അതിൻ്റെ അകത്തൊരു രാഷ്ട്രീയ ചിന്തയില്ലാതെ 2 കൂട്ടരും കൂടെ ശ്രമിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തും. സ്റ്റേറ്റ് ഗവൺമെൻറ് അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തും എന്നാണ് പറയാനുള്ളത്. വ്യക്തിപരമായി ചോദിക്കുകയാണെങ്കിൽ നേരത്തെ രാജ്യതല സ്ഥാനത്ത് മൈനോറിറ്റി കമ്മീഷൻ്റെ ഭാഗമായി താങ്കൾ പ്രവർത്തിച്ചിരുന്നു. അത്തരത്തിലൊരു പ്രവൃത്തി പരിചയം ഈ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ കൂടുതൽ ഗുണം ചെയ്യും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അടൽജി മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ രാജഗോപാലിൻ്റെ OST ആയിരുന്നു. ആ കാലഘട്ടം മുഴുവൻ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളൊരു ട്രെയിനിങ്ങാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഗുണമുണ്ട്, അതിൻ്റേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള, അറിയാമല്ലോ രാജേട്ടൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണം ഈ രാഷ്ട്രീയത്തിലെ ചിന്തകളിൽ ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കും. ഇപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞതേ ഉള്ളൂ. വകുപ്പുകൾ സംബന്ധിച്ചൊന്നും ഔദ്യോഗികമായിട്ടൊരു പ്രഖ്യാപനമായിട്ടില്ല. അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ? ഒന്നുമില്ല. അത് പ്രൈം മിനിസ്റ്ററല്ലേ തീരുമാനിക്കുന്നത്. തീർച്ചയായും മറ്റ് വ്യക്തിപരമായി പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ സംഘടനാപരമായി പരിശോധിക്കുമ്പോഴും ഈ 2 മന്ത്രിമാർക്ക് ചുമതല നൽകിയിട്ടുള്ളത് വരും നാളുകളിൽ BJPയുടെ കേരളത്തിലെ പ്രവർത്തനത്തിന് എത്രത്തോളം ഗുണകരമാകും? പ്രത്യേകിച്ച് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്, അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുണ്ട്. അതിലേക്ക് എത്രത്തോളം ഗുണം ചെയ്യും? അതാണ് ഞാൻ പറഞ്ഞത്, ചുമതല കൂടും എന്ന് പറഞ്ഞു. പാർട്ടി പ്രോത്സാഹനം നൽകുന്ന സമയത്ത് നമ്മുടെ ചുമതല കൂടും. മറ്റൊന്ന്, കേരളത്തിലെ ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനെ അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നു. BJPയെ അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നു. BJPക്ക് എതിരായിട്ടുള്ള പ്രചരണങ്ങളെ അവർ അംഗീകരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം വികസനം തന്നെയാണ്. രാജ്യം പുരോഗമിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്നു, പാർട്ടിയെ പിന്തുണയ്ക്കുന്നു. അങ്ങനെയാണ് ഈ പെർസെൻറ്റേജ് കൂടുന്നത്. അതായത് കേരളത്തിലൊരു രാഷ്ട്രീയ ചിത്രം പാടെ മാറുകയാണ്. പാടെ രാഷ്ട്രീയ ചിത്രം പെട്ടെന്ന് അങ്ങനെ മാറ്റാൻ സാധിക്കില്ല. ക്രമമായിട്ടുള്ള ഒരു പ്രക്രിയയല്ല. അതിൻ്റെ ഭാഗമായിട്ടാണ്, നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏത് ഇലക്ഷൻ കഴിഞ്ഞാലും BJPയുടെ വോട്ട് ഒന്നെങ്കിൽ ഇടതുപോയി അല്ലെ വലതുപോയി എന്ന് പറയും. ഇപ്രാവശ്യത്തെ മുഴുവൻ ചർച്ചകൾ BJPയിലേക്ക് ഇടതിൽ നിന്നും വലതിൽ നിന്നും വോട്ട് പോയെന്നാണ്. അതുതന്നെ ആ ഒരു ചിന്താഗതിയിൽ വരുന്ന മാറ്റമാണ്. മറ്റൊന്ന്, ഇപ്പോൾ ജനങ്ങൾ, ഇപ്പോഴത്തെ പുതിയ തലമുറ, അവർ വലിയ രാഷ്ട്രീയമൊന്നും നോക്കുന്നില്ല. രാജ്യത്തിന് ഏതാണോ ഗുണം കിട്ടുന്നത് അതിനെ പിന്തുണയ്ക്കുന്ന ഒരു സ്വഭാവമാണ് പുതിയ തലമുറയ്ക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ
അവരിൽ നിന്ന് വോട്ട് അകന്നു പോകും, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും. അതാണ് ഈ പുതിയ തലമുറ കൊടുക്കുന്ന മെസ്സേജ്.